ബേജാറാകേണ്ട, നമുക്ക് എല്ലാവർക്കും ബ്യൂട്ടി സിൽക്സിലേക്ക് പോകാം. അവിടെ ആകുമ്പോ എല്ലാവരുടെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷനും ഉണ്ട്. വലിയ വിലയാവില്ല. നിങ്ങൾ കിനാവ് കണ്ട പെരുന്നാൾ കുപ്പായവുമായി ബ്യൂട്ടി സിൽക്സ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഇനി കുടുംബത്തിന് മുഴുവൻ പുത്തനെടുപ്പ് വാങ്ങാം. കുടുംബ ബഡ്ജറ്റിൽ കവിയാതെ തന്നെ. വേലൂർ പഞ്ചായത്ത് ബജറ്റിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമെന്ന് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ. വേലൂർ പഞ്ചായത്ത് ബജറ്റിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ പറഞ്ഞു. കഴിഞ്ഞ ബഡ്ജറ്റിനേക്കാൾ 1 കോടിയിലധികം തുകയാണ് വികസന പ്രവർത്തനങ്ങൾക്കായി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മൃഗസംരക്ഷണം 42 ലക്ഷം, വ്യാവസായിക സബ്സിഡിക്കായി 37 ലക്ഷം, വനിതാ ഉന്നമനത്തിനായി 16 ലക്ഷം, കൃഷിക്ക് 79 ലക്ഷം, കുടിവെള്ളത്തിന് 20 ലക്ഷം ഉൾപ്പെടെ വകയിരുത്തിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിനേക്കാൾ 1 കോടി അതിലധികം രൂപ ഈ പ്രാവശ്യം വകയിരുത്തിയിട്ടുണ്ട്. മൃഗസംരക്ഷണത്തിന് തന്നെയായിട്ട് 42 ലക്ഷവും, വ്യവസായത്തിന് നമ്മൾ പുതിയതായിക്കൊണ്ട് 2 ലക്ഷം കൊടുത്തുകൊണ്ട് സബ്സിഡി നൽകിക്കൊണ്ട് പുതിയ സംരംഭം തുടങ്ങുന്നതിനും, വയോജനക്ഷേമത്തിന് 37 ലക്ഷവും, അതുപോലെ തന്നെ വനിതകളുടെ ക്ഷേമത്തിന് 16 ലക്ഷവും, കൃഷി പരിപോഷിക്കുന്നതിന് വേണ്ടി 79 ലക്ഷവും, കുടിവെള്ളത്തിന് വേണ്ടി നമ്മൾ 20 ലക്ഷവും ഈ സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തിയിട്ടുള്ളതാണ്. ഈ വകയിരുത്തലുകൊണ്ട് തന്നെ നമ്മുടെ കാലിസമ്പത്ത് വർദ്ധിക്കുകയും അതുപോലെ തന്നെ വ്യവസായത്തിന് ഉന്നമനം ഉണ്ടാവുകയും കൃഷിക്ക് ഉന്നമനം ഉണ്ടാവുകയും ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വകയിരുത്തലുകളാണ് ഈ ബഡ്ജറ്റിൽ നടത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, എരുമപ്പെട്ടി. You are watching VCV News.